السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. നമുക്ക് അഖീദയിൽ ഇന്ന് പഠിക്കാനുള്ളത് വജമ്മഇൽ ഫഹ്മ മഅൽ ഹിഫ്ളി ഫഖദ് യുഹസ്സലുൽ ഇൽമു ബിഹാദൈനി ഫഖദ് എന്നുള്ള 15ാമത്തെ വരിയാണ് കേട്ടോ. നമ്മൾ ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. വസ്ബിർ അലാമു മലാമാറാറത്തിദ്ദില്ലി വമൻ മാഖദു സീബൻ മസൈലി സമൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. ഒരുപാട് പ്രയാസങ്ങളും കൈപ്പിനീരുകളൊക്കെ കുടിക്കേണ്ടി വരും, അതൊക്കെ സഹിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇനി പറയാണ് എങ്ങനെയാണ് പഠിക്കേണ്ട രൂപം, ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഏറ്റവും നല്ലതായ മാർഗം എങ്ങനെയാണ്. വജമ്മയിൽ ഫഹ്മ, നീ മനസ്സിലാക്കലിനെ ഒരുമിച്ച് കൂട്ടുക. എന്തോടുകൂടെ മാൽ ഹിഫ്ളി, അതിനെ മനഃപ്പാടമാക്കലോടുകൂടെ മനസ്സിലാക്കലിനെ നീ ഒരുമിച്ച് കൂട്ടുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ മനഃപ്പാടമാക്കുകയും ചെയ്യണം. അപ്പോൾ പറഞ്ഞത് മാൽ ഹിഫ്ളിലെ മനഃപ്പാടമാക്കലോട് കൂടെ മനസ്സിലാക്കലിനെ നീ ഒരുമിച്ച് കൂട്ടണം. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം, അതോടൊപ്പം തന്നെ അതൊക്കെ മനഃപ്പാടമാക്കുകയും ചെയ്യണം. എന്നിട്ട് പറയാണ് ഫഖദ് യുഹസ്സലുൽ ഇൽമു, ഇൽമ് തീർച്ചയായും കരസ്ഥമാക്കപ്പെടുന്നത്, യുഹസ്സലു അതിനെ നിശ്ചയമായും കരസ്ഥമാക്കപ്പെടുന്നത് ബിഹാദൈനി, ഈ രണ്ട് മാർഗത്തിലൂടെയാണ്. ബിഹാദ ഹാദ ഹാദാനിലെ, അപ്പോൾ ഹാദാനി എന്നുള്ളതിന് ഹാദൈനി ബിഹാദൈനി, ഈ രണ്ട് മാർഗത്തിലൂടെയാണ് ഇൽമ് കരസ്ഥമാക്കപ്പെടുന്നത്. യുഹസ്സലുൽ ഇൽമു ബിഹാദൈനി, ഈ രണ്ട് മാർഗത്തിലൂടെ. അതൊക്കെ രണ്ട് മാർഗം: ഒന്ന് ഫഹ്മ് ചെയ്യുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, അതോടൊപ്പം തന്നെ കാര്യങ്ങളൊക്കെ ഹിഫ്ള് ചെയ്യുകയും ചെയ്യുക, ഒക്കെ മനഃപ്പാടമാക്കുക. പഠനകാലത്തിന് തുടക്കത്തിലൊക്കെ ചെയ്യേണ്ടതാണ്. എന്ത് കിട്ടിയാലും അത് അങ്ങനെ തന്നെയാണ് മനഃപ്പാടമാക്കുക, അതുപോലെ തന്നെ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് മാർഗത്തിലൂടെയാണ് ഇൽമ് ലഭിക്കപ്പെടുക, ഇൽമ് കരസ്ഥമാക്കപ്പെടുക. ഫഖദ് അത്രമാത്രം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് പറയുമ്പോൾ മനസ്സിലാക്കലിനെയും മനഃപ്പാടമാക്കലിനെയും നീ ഒരുമിച്ച് കൂട്ടുക. കാരണം ഇവ രണ്ടുകൊണ്ടും മാത്രമാണ് ഇൽമ് കരസ്ഥമാവുകയുള്ളൂ. അഥവാ മനസ്സിലായതിന് എന്ത് ചെയ്യണം? മനഃപ്പാടമാക്കണം എന്നുള്ളൊരു ആശയമാണ് ഇവരിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഒരു കാര്യം ഫഹ്മ് ചെയ്യണം, അതോടൊപ്പം തന്നെ ഹിഫ്ളും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെറിയ കാര്യങ്ങളാണ് ഇൽമ പറഞ്ഞാൽ എല്ലാം പെട്ട്, എന്ത് ഇൽമ തന്നെയാണ്. ഓക്കെ, എല്ലാം ഇൽമായിട്ട് തന്നെയാണ് പരിഗണിക്കുക. പിന്നെ ഇവിടെ ജമ്യ എന്നുള്ളത് എന്താ? ജമ്യു, അതിൽ അമ്രാണ് എന്ത്? ഫഇൽ അല്ലേ, അതാണ് ജമ്യ. ഓക്കെ, തജ്മീ എന്നുള്ളതിൽ നിന്ന് ജമ്യ തജ്മീ, അതിൻ്റെ അമ്രാണ് ജമ്യ. അൽ ഫഹ്മ, ജമ്യ പറഞ്ഞാൽ നീ തൊലബിൽ മുബാലഗ എന്നർത്ഥം, അധികമായിട്ട് തേടുക. ഫിൽ ജമ്യ, ഒരുമിച്ച് കൂട്ടുന്ന വിഷയത്തിൽ നീ ആധിക്യമുള്ളവനാകണം. എന്തോടൊപ്പം? മഅൽ ഫഹ്മി, മനഃപ്പാടമാക്കലോടൊപ്പം. ഫഹ്മ്, ഓക്കെ, ഫഹം എന്ന് പറയും. എന്ത്? ബിസുകൂനിൽ ഹാഇ. ഓക്കെ, ഫഹം എന്ന് പറയും, ഫഹം എന്ന് പറയും. അതൊക്കെ പിന്നെ ഇവിടെ ഇൽമും ഫഹമും ഒന്നാണെന്ന അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പണ്ഡിതന്മാർക്കിടയിൽ. അത് നമുക്ക് ഇപ്പോൾ പ്രശ്നമല്ല. ഏതായാലും ഹിഫ്ള് ചെയ്യുന്നതോടൊപ്പം ഫഹമിനെ നീ ഒരുമിച്ച് കൂട്ടണം എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ വഖദ് യുഹസ്സലു എന്ന് പറഞ്ഞ് തീർച്ചയായും ഇവിടെ കാരണം എന്നുള്ള തന്നെ, കാരണം തീർച്ചയായും എന്നർത്ഥം കേട്ടോ. പിന്നെ യുഹസ്സലു എന്നുള്ള ഫീല് മുലാരിയാണ്, മജ്ഹൂലുമാണ് അല്ലേ, ലം യുസമ്മ ഫായിലല്ലേ, ഫീൽ ലം യുസമ്മ ഫായിലല്ലേ. അപ്പോൾ അല്ലിൽമു എന്നുള്ളതോ നായിബ് ഫായിലും. അതൊക്കെ നിങ്ങൾ സർഫിൽ പഠിച്ചിട്ടുണ്ടാവും, അതൊക്കെ ഇതിന് കൂട്ടത്തിൽ മനസ്സിലാക്കുക. യുഹസ്സലു കരസ്ഥമാക്കപ്പെടുന്നു. ബിഹാദൈനി കൊണ്ട് വെച്ചാൽ ഫഹ്മും ഹിഫ്ളും, ഹിഫ്ള് കൊണ്ടും ഫഹ്മു കൊണ്ടാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കപ്പെടുക. പിന്നെ ഖദ് എന്നുള്ളത് എന്താ? അത്ര മാത്രം എന്നുള്ള അർത്ഥത്തിന് കണ്ടോ. ബിഹാദൈനി ഫഖദ്, ഇവിടെ ഫഖദ അല്ലെ, ഫഖദ്. ഓക്കെ, ഈ ഖദ് അല്ലെ, ഫഖദ് അത്രമാത്രം എന്നുണ്ട് അതിൻ്റെ അർത്ഥം. അപ്പോൾ അർത്ഥം നല്ല ശ്രദ്ധിക്കുക. വജമ്മിൽ ഫഹ്മ, മനസ്സിലാക്കലിനെ നീ ഒരുമിച്ച് കൂട്ടുക. ഫഹ്മ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കൽ. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കലിനെ നീ ഒരുമിച്ച് കൂട്ടുക. എന്തോടൊപ്പം? മഅൽ ഹിഫ്ളി, മനഃപ്പാടമാക്കലോടൊപ്പം മനസ്സിലാക്കലിനെയും നീ ഒരുമിച്ച് കൂട്ടുക. ഫഖദ് യുഹസ്സലു, കാരണം ഈ ഇൽമ് കരസ്ഥമാക്കപ്പെടുന്നത് ബിഹാദൈനി, ഈ രണ്ട് മാർഗത്തിലൂടെ. ഫഖദ് മാത്രമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള വരി. വളരെ സിമ്പിൾ വരിയാണ്. അപ്പോൾ ഇന്ന് തന്നെ കാണാതെ പഠിക്കട്ടോ. 15 വരിയായി.
1 മുതൽ 15 വരെയൊക്കെ നിങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും കോളേജ് തുറന്നതിന് ശേഷം നമുക്ക് തലക്കുന്ന എല്ലാവരും കാണാൻ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ പഠിക്കാത്തവരുണ്ടെങ്കിൽ ആദ്യം മുതൽ ഇതുവരെ പഠിച്ചുകൊണ്ടേ ഇരിക്കട്ടോ. അപ്പോൾ വജമ്മിൽ ഫഹ്മ മഅൽ ഹിഫ്ളി ഫഖദ് യുഹസ്സലുൽ ഇൽമു ബിഹാദൈനി ഫഖദ് എന്നുള്ള വരി എല്ലാവരും പഠിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും.